നമ്മളിൽ പലരുടെ കയ്യിലും ഒട്ടും ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ചുരിദാർ ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള പ്ലെയിൻ ചുരിദാറിനെ എങ്ങനെ വളരെ സിമ്പിളായി വീട്ടിൽ തന്നെ മെഷീൻ എംബ്രോയിഡറി ഉപയോഗിച്ച് ട്രെൻഡി ലുക്കിലേക്ക് മാറ്റിയെടുക്കുകയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എങ്കിൽ വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസൈൻ ഇതാണ്. അപ്പോൾ ഇതിലെ ലീഫ് നമ്മൾ വരച്ചെടുക്കുന്നില്ല. ഈ സെൻറ്ററിലുള്ള ഈ ലൈനുകൾ മാത്രമേ വരക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ വൈറ്റ് കളറുള്ള പ്ലെയിൻ ചുരിദാറാണ്. അപ്പം നമ്മൾ ഇതിലിങ്ങനെ ചെരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് ലീഫ് വരച്ചിട്ടില്ല. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അടുത്ത് നമ്മൾ ഈ ഡ്രസ്സിന് അനുയോജ്യമായ കളറ് ത്രെഡ് എടുക്കണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റെഡും ഗോൾഡൻ കളറുമാണ്. ഡ്രസ്സിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ തിരഞ്ഞെടുത്താൽ എംബ്രോയ്ഡറി കൂടുതൽ എടുത്ത് നിൽക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭംഗിയുള്ള കളർ നോക്കി തിരഞ്ഞെടുക്കുക. പിന്നെ പഠിച്ച് തുടങ്ങുന്നവരാകുമ്പോൾ നമ്മളിപ്പോൾ ഈ ലീഫ് വരച്ചിട്ടില്ലല്ലോ, ഈ ഡിസൈൻ സെൻറ്ററത്ത് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഈ ലീഫ് വരച്ചെടുക്കേണ്ടവർക്ക് വരച്ചിട്ട് അതിലിപ്പോൾ ഞാൻ ലീഫാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് നമുക്ക് വരച്ചെടുക്കണമെങ്കിൽ വരച്ചെടുക്കാം. അപ്പോൾ ഒരു ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി പാറ്റേൺ ഇല്ലെങ്കിലും ഈ സ്റ്റിച്ചിന് പിന്നെ പാറ്റേൺ ആവശ്യമില്ല. ഇത് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് വീതിയിലുള്ള സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അവസാനം ഈ ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻറ്ററിലൂടെ ഈ ലീഫ് ഇട്ടതിൻ്റെ സെൻറ്ററിലൂടെ ഗോൾഡൻ ലൈന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടക്കക്കാരായതുകൊണ്ട് ഫസ്റ്റ് കൈ ചലിപ്പിച്ച് സ്പീഡ് കുറച്ച് പതിയെ ചെയ്തെടുക്കുക. ഇതിൽ കോൺട്രാസ്റ്റ് നൂല് ചേരുമ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗി മാറുന്നത് കണ്ടില്ല. അപ്പം നമ്മൾ റെഡൊക്കെ എടുത്തതുകൊണ്ട് പെട്ടെന്ന് ഷോ ഉണ്ടാവും ചെയ്യും, നല്ല ഭംഗിയിൽ കിട്ടും. ഇതിപ്പോൾ സ്റ്റിച്ചഡ് ചുരിദാർ ആയതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്ലീവിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ സ്റ്റിച്ചൊക്കെ അയക്കണം. ഇതിപ്പോൾ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ സ്ലീവിലൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ലീവിലും നെക്കിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും.
അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഐഡിയ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ചുരിദാറോ ഡ്രസ്സ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ എംബ്രോയ്ഡറി വർക്കിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.